സ്വാമി ചിന്മയ കൃഷ്ണദാസിന്റെ വിഷയത്തിൽ ഇന്ത്യ നിലപാട് ഘടിപ്പിക്കുന്നു. വിദേശകാര്യ വക്താവ് ഔദ്യോഗികമായി തന്നെ ബംഗ്ലാദേശിനോട് ഇന്ത്യയുടെ കർക്കശമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പാക്കിയേ മതിയാകൂ. ബംഗ്ലാദേശ് പറയുന്നത് പോലെ അവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്നതോ അവരുടെ കെട്ടുകഥയോ എന്ന് വിശ്വസിക്കാൻ ഇന്ത്യക്കാവില്ല. മതിയായ രീതിയിലുള്ള സുരക്ഷ നൽകുകയും നിയമപരമായുള്ള നടപടികൾ സുതാര്യമാക്കുകയും അനിവാര്യമായ ഘടകമാണ് എന്ന് ഇന്ത്യ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇസ്കോണിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉടനടി നിലപാട് എടുക്കണമെന്നും അതിൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ടതോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ നിലപാട് കുറച്ചുകൂടി കർക്കശമാക്കി. ഇതിനിടയിൽ ബംഗ്ലാദേശിൽ ഇസ്കോണിന്റെ 17 അംഗങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു. ഇസ്കോണിന്റെ അക്കൗണ്ടുകൾ പൊതുവിൽ മരവിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെയധികം വഷളാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനോടകം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ കൂടുതൽ പേർ പ്രതിഷേധത്തിന് രംഗത്ത് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.